കാസർഗോഡ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ചങ്ങനാശ്ശേരി താലൂക്ക് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ധർണ നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള സെസ് പിരിവ് ഊർജിതപ്പെടുത്തുക, ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കാൻ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നിയോജക മണ്ഡലം സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടക്കും. ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം അങ്കമാലി ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സംഘടിപ്പിച്ച ജിംഗിൾ ബെൽസ് ക്രിസ്തുമസ് ആഘോഷം സമാപിച്ചു. സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ സ്പെഷ്യൽ ടാലന്റ് സ്റ്റുഡൻസും പങ്കെടുത്തു. മലപ്പുറം വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുരുമുളക് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ മൊയ്തു അഞ്ചലിന് ഭാരത് സേവക് സമാജ് പുരസ്കാരം. പുരസ്കാര വിതരണം ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് പ്രിൻസിപ്പൽ രേഖ അമൽ ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടിയിലെ ഗോത്ര വൈവിധ്യം പ്രമേയമാക്കി വിജീഷ് മണി സംവിധാനം ചെയ്യുന്ന ആദിമരുന്ന് ഗോഡ്സ് ഓൺ മെഡിസിൻ എന്ന ഡോക്യുഫിക്ഷൻ സിനിമയുടെ പൂജ ഗുരുവായൂർ സായി മന്ദിരത്തിൽ നടന്നു. സ്വാമി ഹരിനാരായണൻ ചടങ്ങിന് തുടക്കം കുറിച്ചു. മലപ്പുറം തിരൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് വാഗൺ ട്രാജഡി ഹാളിൽ മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ താലൂക്ക് തല അദാലത്ത് പരാതികൾ കുറയ്ക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ജാഗ്രത വേണമെന്ന് മന്ത്രി. മലപ്പുറം വളാഞ്ചേരി നഗരസഭ പോത്തുകുട്ടി വളർത്തൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് തുടക്കം. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു.